Today I am going to discuss about the poem Anthem by Leonard Cohen. This is a part of Ability Enhancement course for humanities students. About Leonard Cohen. ലെനർഡ് കൊഹൻ എന്ന് പറയുന്നത് ഒരു കനേഡിയൻ സിംഗർ, പോയറ്റ്, സ്ക്രീൻ റൈറ്റർ, നോവലിസ്റ്റ് ഒക്കെയാണ്. ലെനർഡ് കൊഹൻ്റെ ഫസ്റ്റ് പോയട്രി എന്ന് പറയുന്നത് ലെറ്റ്സ് കമ്പയർ മിത്തോളജീസ്. അതർ വർക്ക്സ് ദ ഫേവറേറ്റ് ഗെയിം 1963 പബ്ലിഷ്ഡ് ആയത്, ബ്യൂട്ടിഫുൾ ലോസേഴ്സ് 1966 പബ്ലിഷ് ചെയ്തത്. പിന്നെ ആദ്യത്തെ ഒരു മ്യൂസിക് ആൽബം ഉണ്ട്, അത് സോങ്സ് ഓഫ് ലെനർഡ് കൊഹൻ. അതേപോലെ അതർ ഫേമസ് സോങ്സ് എന്ന് പറയുന്നതിൽ ഉള്ളതാണ് ആൻതം, ഫ്യൂച്ചർ, ഡെത്ത് ഓഫ് എ ലേഡീസ് മെൻ. ആൻതം എന്ന് പറയുന്നത് ഒരു സോങ് ആൽബം ഉണ്ട്, ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു സോങ് ആൽബം, അതിലെ ആദ്യത്തെ സോങ് ആണ്. ഇത് റിലീസ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1992 ആണ്. സോ ടെല്ലിങ് അബൌട്ട് ദ മേജർ തീംസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് പോയം. ഫസ്റ്റ് തീം എന്ന് പറയുന്നത് ഹോപ്പ് ആൻഡ് റീസൈലൻസ് ആണ്. ഈ ഒരു സോങ്ങിലൂടെ ഇറ്റ് ഈസ് ആസ്കിങ് ദ റീഡേഴ്സ് ടു ഫൈൻഡ് ഹോപ്പ് ആൻഡ് റീസൈലൻസ് ഈവൻ ഇൻ എനി ടേമോയിൽ. ഏത് പ്രശ്നത്തിൻ്റെ ഇടയിലാണെങ്കിലും ഹോപ്പ് ആൻഡ് റീസൈലൻസ്, അതായത് ഒരു പ്രതീക്ഷ, അതേപോലെ ഏത് പ്രശ്നത്തിനെയും തരണം ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത്, പെർസിസ്റ്റൻസ്, അതൊക്കെ നിലനിർത്തുക എന്നുള്ളത് അത്യാവശ്യമാണ്. ആ ഒരു തീം ഇതിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ തീമാണ് ഇംപെർഫെക്ഷൻ ആൻഡ് ഹ്യൂമൻ നേച്ചർ. നമ്മളുടെ ഒരു ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത് ഒരുപാട് ഫ്ലോസ്, മിസ്റ്റേക്സ്, ഇംപെർഫെക്ഷൻസ് ഒക്കെ നിറഞ്ഞതാണ്. അതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക, ആ ഒരു തീം ഇതിൽ പറയുന്നുണ്ട്. മൂന്നാമത്തെ തീമാണ് ലവ് ആൻഡ് കണക്ഷൻ. സ്നേഹം എന്നതിൻ്റെ ഒരു പവറിനെ പറ്റിയിട്ടും അതിന് അഡ്വേഴ്സിറ്റീസിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവുള്ളതിനെ പറ്റിയിട്ടും ഇതിനകത്ത് പറയുന്നുണ്ട്. അടുത്തത് മോർട്ടാലിറ്റി ആൻഡ് ട്രാൻസിയൻസ്. അതായത് മരണം എന്ന് പറയുന്നത് എന്തായാലും വന്നു ചേരുന്ന ഒന്നാണ്. അതായത് എവറി ഹ്യൂമൻ ബീങ്സ് ആർ മോർട്ടൽ. അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയിട്ടും, അതേപോലെ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ഹ്യൂമൻ ലൈഫ്, മാറി മാറി വരുന്ന സാഹചര്യങ്ങൾ, അതൊക്കെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ മേജർ തീംസായിട്ട് ഈ ഒരു പോയത്തിൽ പറയുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ പോയം. പോയത്തിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് നോക്കാം. The birds they sang at the break of day start again. I heard them say, don't dwell on what has passed away or what is yet to be. തുടക്കത്തിലെ തന്നെ പറയുന്നത്, അതായത് പ്രഭാതത്തിൽ പാട്ട് പാടുന്ന കുറച്ച് പക്ഷികളെ പറഞ്ഞിട്ടാണ്. അവർ ഏർലി മോർണിംഗിൽ പാട്ട് പാടുകയാണ്. അത് സിംബലൈസ് ചെയ്യുന്നത് സംതിങ് സ്റ്റാർട്ടിങ് ന്യൂ, അതായത് ഒരു പുതിയ തുടക്കം, ഒരു പ്രതീക്ഷ, അതിൻ്റെയൊക്കെ ഒരു സിംബലൈസേഷനായിട്ടാണ് ഈ ബേർഡ്സ് സിംഗിങ് അറ്റ് ദ ഡോൺ എന്ന് തുടക്കത്തിലെ തന്നെ പറയുന്നത്. പിന്നെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഭൂതകാലത്തിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിച്ചിരിക്കുകയോ അതേക്കുറിച്ച് ആകുലരാകുകയോ ഒരിക്കലും ചെയ്യരുത് എന്നാണ് പറയുന്നത്. നമ്മളോട് എല്ലാവരോടും വർത്തമാനകാലത്ത് ജീവിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആസ്കിങ് ദ ലിസണേഴ്സ് ടു ലീവ് ഇൻ പ്രസൻറ്റ്. അപ്പോൾ ഇതിനകത്തൊരു ഇമേജറി ഉണ്ട് തുടക്കത്തിൽ തന്നെ. ബേർഡ്സ് സാങ് അറ്റ് ദ ബ്രേക്ക് ഓഫ് ദ ഡേ. നമ്മളത് വായിക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ ഒരു പക്ഷികൾ രാവിലെ മരക്കൊമ്പുകളിലിരുന്ന് പാട്ട് പാടുന്ന ഒരു ഇമേജ് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ സിംബോളിസം ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബേർഡ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് പുതിയ തുടക്കം അതായിട്ടാണ്. ബേർഡ്സിൻ്റെ സോങ്, അതായത് എന്തിൻ്റെയോ ഒരു ഏർലി മോർണിംഗ്, എല്ലാത്തിൻ്റെയും ഒരു പുതിയ തുടക്കമാണ്. ഓരോ രാവിലെകളും അങ്ങനെയാണ്. പാസ്റ്റിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്തിരിക്കാനുള്ളതല്ല എന്നാണ് തുടക്കത്തിലേ പറയുന്നത്. The wars they will be fought again, the holy dove she will be caught again, bought and sold and bought again, the dove is never free. Next it is mentioned that the history will repeat again, the past conflicts will be refought. അതായത് അടുത്തതായിട്ട് പറയുന്നത് വാർസ് ദേ വിൽ ബി ഫോട്ട് അഗെയിൻ. ഓക്കെ, ചരിത്രം ഇനിയും ആവർത്തിക്കപ്പെടും എന്നാണ് പറയുന്നത്. പണ്ടുണ്ടായിരുന്ന കോൺഫ്ലിക്റ്റുകൾ, വാർസ് എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ ഒന്നും കൂടെ അവിടെ കോൺഫ്ലിക്റ്റായിട്ട് വരും, റീഫോട്ട് ചെയ്യും, അവർ ഇനിയും യുദ്ധം ചെയ്തേക്കാം. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ദ ഹോളി ഡോ ഷീ വിൽ ബി കോഡ് എഗെയിൻ. ഹോളി ഡോ നമുക്കറിയാം സമാധാനത്തിൻ്റെ ഒരു സിമ്പലായിട്ടുള്ള പ്രാവാണ് ഡോ. അപ്പോൾ ആ ഒരു ഹോളി ഡോവിനെ ഇനിയും
പിടിച്ച് കെട്ടിയിട്ടേക്കാം. ഷീ വിൽ ബി കോട്ട് എഗെയിൻ, അതിനെ പിടിച്ചേക്കാം. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്ചർ ഓഫ് ദ ഡോവ് സിംബലൈസസ് ദ ഫ്രെജിലിറ്റി ഓഫ് പീസ് ആൻഡ് ഐഡിയലിസം. പീസ്, ഐഡിയലിസം, അതായത് അതേപോലെ ട്രൂത്ത്, അതൊക്കെ എന്താണ് നിശ്ചലമായി പോകുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നെക്സ്റ്റ് ലൈൻ, ഇറ്റ് മീൻസ് ദാറ്റ് ദ ഡോ ക്യാൻ ബി ട്രീറ്റഡ് ആസ് കമ്മോഡിറ്റി. ഇവിടെ അടുത്തത് ഈ ഡോവിനെ തന്നെ പറഞ്ഞുകൊണ്ടാണ് ബോട്ട് ആൻഡ് സോൾഡ് എന്ന് പറയുന്നത്. ആ ഡോവിനെ വെച്ച് വിൽക്കൽ വാങ്ങൽ നടന്നേക്കാം. ആൻഡ് ബോട്ട് എഗെയിൻ, ദ ഡോവ് ഇസ് നെവർ ഫ്രീ. വിൽക്കുക വാങ്ങുക നമ്മൾ സാധനങ്ങളാണ്, കമ്മോഡിറ്റീസ് ആണ്. അപ്പോൾ ഇവിടെ ആ സത്യസന്ധത, അതേപോലെ ഇന്നസെൻസ്, ഇതിനെയൊക്കെ കമ്മോഡിറ്റീസ് ആയിട്ട് ദുരുപയോഗപ്പെടുത്തിയേക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ലാസ്റ്റ് ലൈനിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡോവ് ഇസ് നെവർ ഫ്രീ. ഒരു ട്രൂ ഫ്രീഡം ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ് എൻസ്ലേവ്മെൻറ്റ് ഓഫ് ഡോവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ, അതാണ് ഡോവ് ഇസ് നെവർ ഫ്രീ. അതായത് ഒരു ഫ്രീഡം ഇല്ലാത്ത ഒരു അവസ്ഥ, ആ രീതിയിലേക്ക് വരെ മാറി മറിഞ്ഞേക്കാം. നെക്സ്റ്റ് ലൈൻ, ദ റിംഗ് ദ ബെൽസ് ദാറ്റ് still can ring, forget your past offering, there's a crack in everything, that's how the light gets in. It means even if there are imperfections and sufferings, find solace in what still functions. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് അതായത് അപൂർണമാണ്, അതേപോലെ ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞതാണ്, സന്തോഷം മാത്രമുള്ളതല്ല. എന്നാലും നമ്മൾ ഇപ്പോൾ എങ്ങനെയാണോ ആ ഒരവസ്ഥയിൽ നമ്മൾ ആശ്വാസം കണ്ടെത്തുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ടോ അത് ലഭ്യമാക്കി അത് ഉപയോഗിച്ച് നമ്മൾ മുമ്പോട്ടേക്ക് ജീവിച്ചു പോവുക. ഒരിക്കലും നമ്മൾ പൂർണ്ണതയ്ക്കായിട്ട് കാത്തിരിക്കരുത്. അതായത് വെല്ലുവിളികൾ ഒത്തിരി ഉണ്ടായേക്കാം, അതിൽ നിന്നൊക്കെ കരകയറാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ crack in everything, that's how the lights get in. അപ്പോൾ ഇവിടെ അപൂർണമായിട്ടുള്ള നമ്മളുടെ ലൈഫ്, ഇംപെർഫെക്ഷൻ, അതെല്ലാം നമ്മളുടെ ഗ്രോത്തിന്, നമ്മളുടെ ലൈഫിലുള്ള പല പല ഗ്രോത്തിനും പെട്ടെന്നുള്ള മാറ്റത്തിനും ഒക്കെ കാരണമാക്കുന്നത് ഈ അപൂർണതകളാണ്. പല പല പോരായ്മകൾ ഉള്ളത് കൊണ്ടാണ് അതൊക്കെ ഓവർകം ചെയ്യണം. ഓരോ ദിവസവും ഓരോ വാശിയോട് കൂടിയിട്ട് നമ്മൾ മുമ്പോട്ടേക്ക് ഒരു സക്സസിൻ്റെ റൂട്ടിലേക്ക് പോകുന്നത് ഈ അപൂർണതകൾ കാരണം ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ there is a crack, ഈ ക്രാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന വിള്ളലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലുള്ള ഇംപെർഫെക്ഷൻസിനെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അവസരങ്ങൾ കണ്ടെത്തണം. ക്രാക്ക് ഇൻ എവറിത്തിങ്, ദാറ്റ്സ് ഹൗ ദ ലൈറ്റ്സ് ഗെറ്റ്സ് ഇൻ. ഓക്കെ, ആ ഒരു ക്രാക്കിൻ്റെ ഉള്ളിലൂടെ ലൈറ്റ്സ് അകത്ത് കടക്കും. ആ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ക്രാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫിലുള്ള ഇംപെർഫെക്ഷൻസ് ആണ്. ആ ഇംപെർഫെക്ഷൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവണം എന്നൊരു ലക്ഷ്യം വെച്ച് മുമ്പോട്ടേക്ക് ജീവിക്കുന്നത്. അപ്പോൾ ആ അപൂർണതകൾക്കുള്ളിലൂടെ നമ്മൾ പല അവസരങ്ങളും കണ്ടെത്തണം എന്നാണ് പറയുന്നത്. ഹൗ ദ ലൈറ്റ്സ് ഗെറ്റ്സ് ഇൻ, ഇവിടെ ലൈറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്ന ഹോപ്പ് അല്ലെങ്കിൽ റിഡംഷൻ ആണ്. നമ്മളുടെ ഭാവിയിലുള്ള പല പ്രതീക്ഷകൾ, അവസരങ്ങൾ, അതൊക്കെയാണ് ലൈറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത്.